ഹായ് ഹലോ ഗൈസ് ഇന്ന് ഞങ്ങൾ ലുലു മാളിൽ പോയിണ്ടായിരുന്നു. ട്രിവാൻഡ്രത്താണ് കേട്ടോ പോയത്. ഒരുപാട് പ്രാവശ്യം ലുലു മാളിൽ പോയിട്ടുണ്ടെങ്കിലും ഞാൻ ആകപ്പാടെ അവിടെ ഫുഡ് കോർട്ടും പിന്നെ ഹൈപ്പർ മാർക്കറ്റും മാത്രമാണ് ഫുള്ളായിട്ട് കണ്ടിട്ടുള്ളത്. അപ്പം അതുപോലെ തന്നെ ആദ്യമേ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് പോയത്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. എനിക്ക് ഷാമ്പു മേടിക്കണമായിരുന്നു, അതുകൊണ്ട് ഞാൻ ആദ്യം ഷാമ്പൂവിന്റെ സെക്ഷനിലേക്കാണ് പോയത്. ലോറിയലിന്റെ ഷാമ്പൂവും പിന്നെ കണ്ടീഷണറും ഞാൻ മേടിച്ചു. പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ കറങ്ങി നടന്നിട്ട് ഫ്രൂട്ട്സിന്റെ വെജിറ്റബിൾസിന്റെ സെക്ഷനിലേക്ക് പോയി. അവിടെ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും നാട്ടിലെങ്ങും ആപ്പിൾ കിട്ടാത്ത പോലെ അമ്മ ആപ്പിൾ എടുക്കുന്നുണ്ടോ. എന്താ അവിടെ നിന്ന് എന്തൊക്കെയൊക്കെയോ കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ മേടിച്ച് പിന്നെ അവക്കാഡോ മേടിച്ചായിരുന്നു. 2 ടൈപ്പ് ഉണ്ടായിരുന്നു അവിടെ. ഞാൻ ഈ സംഭവം ഇതുവരെ കഴിച്ചിട്ടില്ല. പക്ഷെ എനിക്കിത് ഭയങ്കര ആഗ്രഹമായിരുന്നു മേടിക്കണം എന്നുള്ളത്. എന്ന് വെച്ചാൽ കഴിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ജസ്റ്റ് ഇതിങ്ങനെ കട്ട് ചെയ്യുന്നുണ്ടല്ലോ, ഇങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്യുന്ന ആ ഒരു രീതിക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കത് മേടിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ അത്യാവശ്യം നല്ല വിലയുണ്ട്. 300 സംതിങ് റേറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഈ സാധനം ഇതുവരെ മേടിച്ചിട്ടില്ലായിരുന്നു. പിന്നെ എൻ്റെ അനിയൻ അതിൽ നിന്ന് നല്ലത് പഴുത്തു നോക്കിയിട്ടൊക്കെ എനിക്ക് സെലക്ട് ചെയ്ത് തന്നു. 2 ടൈപ്പിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ഫ്രോസൺ സാധനങ്ങളൊക്കെ എടുത്തു. അങ്ങനെ ഒരു ബാസ്ക്കറ്റ് നിറച്ച സാധനങ്ങൾ എടുത്തു. ഫുൾ ചിലവൻ്റെ അനിയൻ്റെ വകയാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾ അങ്ങ് ലാവിശാക്കി. അങ്ങനെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കോർട്ടിൽ പോയി പിസ്സ ഹട്ടിലേക്കാണ് പോയത്. പിന്നെന്താ, പിന്നെ അവിടുന്ന് പിസ്സയൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്ന പാടെ തന്നെ ഞാൻ അവക്കാഡോ കട്ട് ചെയ്യാന്ന് വിചാരിച്ചു. കാരണം അത് അത്യാവശ്യം നന്നായിട്ട് പഴുത്തതായിരുന്നു. അപ്പോൾ ഇനി ഇരുന്ന് അത് ചീത്തായി പോവും. കഴിക്കാനുള്ള കൊതി കൊണ്ടൊന്നുമല്ല, അതിങ്ങനെ കട്ട് ചെയ്യാനുള്ള ആ ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് ഞാനത് കട്ട് ചെയ്യാനായിട്ട് എടുത്തത്. ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം ഞാൻ കട്ട് ചെയ്യുമ്പോൾ അതുപോലെയൊക്കെ വരുമോ എന്നുള്ള ഒരു സംശയം എനിക്കുണ്ടായിരുന്നു. പക്ഷെ കട്ട് ചെയ്തപ്പോൾ അത് ഓക്കെ ആയിരുന്നു. റൗണ്ടിലൊക്കെ കട്ട് ചെയ്ത് വന്നു. പക്ഷെ അതിന്റെ കുരു എടുക്കാൻ ഞാൻ കുറച്ച് പാടുപെട്ടു. സാധാരണ അത് ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും വരേണ്ടതാണ്, പക്ഷെ ഇത് വന്നില്ല. ലാസ്റ്റ് ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ കുത്തിയെടുത്തു. അങ്ങനെ ആദ്യത്തേത് ചീറ്റിപ്പോയ വിഷമത്തില് രണ്ടാമത്തേതെങ്കിലും ശരിയാക്കാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ രണ്ടാമത്തെ എടുത്തു. പക്ഷേ അത് മൊത്തത്തിൽ ചീറ്റിപ്പോയി. കാരണം അത് ചീത്തായ ഫ്രൂട്ടായിരുന്നു. പിന്നെ കുരു എടുക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താ, ഞാൻ നല്ല മനോഹരമായിട്ട് അതിനെ പീൽ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കുറച്ച് കഴിച്ചു നോക്കി. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. ഇത്രയും കാശ് കൊടുത്ത് മേടിച്ചിട്ട് എങ്ങനെ കളയാൻ പറ്റുക. അതുകൊണ്ട് ഞാനൊരു ഷേക്ക് അടിക്കാന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടെടുത്ത് എന്നിട്ട് കുറച്ച് പാലും ഒരു 2 സ്പൂൺ ഐസ്ക്രീമും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തു. എന്നിട്ട് ഒരു ഗ്ലാസ്സിൽ ഇതേപോലെ ചോക്ലേറ്റ് സിറപ്പൊക്കെ ഒഴിച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് അതിലേക്ക് നമ്മുടെ അവക്കാഡോ ഷേക്കിനെ ഒഴിച്ചു കൊടുത്തു. അലങ്കാരത്തിന് കുറച്ച് നട്ട്സ് പിടിച്ചതും ഹണി. സംഭവം ഞാൻ വിചാരിച്ചതുപോലെ അത്ര ബോറായില്ലായിരുന്നു. അപ്പോൾ അത്രയുള്ളൂ. ഓക്കെ, ബൈ.